ഹലോ, അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വൈകുന്നേരത്തിന് നെയ്ച്ചോറ് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. നെയ്ച്ചോറിന് കറി എന്താണെന്നൊന്നും തീരുമാനമായിട്ടില്ല. ഞാൻ പെട്ടെന്ന് ഇരിക്കുമ്പോൾ എന്താ ഇനിയിപ്പോൾ വൈകുന്നേരത്തിന് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുമ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കാമെന്ന് കരുതി. കുറച്ച് നെയ്ച്ചോറിൻ്റെ അരി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം എന്നാൽ അത് ഉണ്ടാക്കാമെന്ന് കരുതി. അതിന് കറി എന്താണെന്നുള്ളത് ഏട്ടൻ വരുമ്പോൾ വിളിച്ചിട്ട് അപ്പോൾ എന്താ ഏട്ടൻ കൊണ്ടിടുമെങ്കിൽ അതിനനുസരിച്ചിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഏട്ടൻ വരുമ്പോഴേക്കും നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കി വയ്ക്കാം. അപ്പോൾ ഈ നെയ്ച്ചോറിന് വേണ്ട ഒരു ഉള്ളി എടുത്തിട്ട് നന്നായിട്ട് നൈസായിട്ട് അരിഞ്ഞിട്ടു. അത് വറക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, വറുത്തിട്ട് അതിൻ്റെ മുകളിലിടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ബാക്കിയുള്ള സാധനങ്ങളും അതിന് വേണ്ടതെടുത്ത് വെച്ചിട്ട് കുക്കർ ചൂടാക്കിയിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു. നെയ്യാണ് ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. നെയ്യ് ഒഴിച്ചു. അതിലേക്ക് ആ സവാള അരിഞ്ഞ് വെച്ച സവാള ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി അതൊന്ന് വഴണ്ട് ഒരു ഹാഫ് ഭാഗം വേവാകുമ്പോഴേക്കും നമ്മൾ അണ്ടിപ്പരിപ്പിട്ടിട്ട് 3/4 ഭാഗം വറവാകുമ്പോഴേക്കും അതിലേക്ക് മുന്തിരി ഇട്ടിട്ട് ഒന്ന് വറുത്തിട്ട് മുന്തിരിയും കൂടി ആവുന്ന സമയം കൊണ്ട് അത് നമുക്ക് കോരിയെടുക്കാം. അത് മാറ്റി വെച്ച് അതിലേക്ക് തന്നെ പട്ട, ഗ്രാമ്പു, ഏലക്കായ, പെരുംജീരകം അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അതിലേക്ക് 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഗ്ലാസ്സിന്. അപ്പോൾ ഞാൻ അതിന് 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് തിളച്ച് വരുമ്പോൾ അരി ഇട്ടിട്ട് അരി ഒന്ന് വെന്ത് 3/4 ഭാഗം വേവാകുമ്പോൾ വെള്ളം ഒന്ന് വറ്റി വരുമ്പോൾ കുക്കറിലിട്ട് അടച്ചു വെച്ചു. ഒരു 15 മിനിറ്റ് ചെറുതീയിലും പിന്നെ 15 മിനിറ്റ് തീ ഓഫ് ചെയ്തിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് തുറന്ന് അരമണിക്കൂർ കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ നല്ല അടിപൊളി ചോറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ഒട്ടാതെ നല്ലൊരു ചോറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള ഉള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരി അതെല്ലാം ഇട്ട് മല്ലിച്ചപ്പ് ഇട്ടിട്ട് അതൊന്ന് മാറ്റി വെച്ചു. അപ്പോഴേക്കും ഏട്ടൻ വന്നു. ഏട്ടൻ വരുമ്പോൾ സാൻഡ്വിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു സാൻഡ്വിച്ചായിരുന്നു, ഉള്ളിൽ ചിക്കൻ്റെ ഫില്ലിംഗ് ആയിട്ടുള്ളത്. അപ്പോൾ ഏട്ടൻ വരുമ്പോൾ കൊടുക്കുന്നത് ബീഫായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിലേക്ക് വേണ്ട സാധനങ്ങളെല്ലാം മുറിച്ച് വെച്ച് കുക്കർ വെച്ച് അതിൽ ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ച് ഉലുവിട്ട് വെല്ലുള്ളി 4 വെല്ലുള്ളി, 1 കിലോ ബീഫ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 4 വെല്ലുള്ളി അരിഞ്ഞത് ഇട്ടു. അതൊന്ന് വാടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായി വഴറ്റി അതിലേക്ക് അത് നന്നായി വഴണ്ടി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഇട്ടിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി അതൊന്ന് വഴണ്ടി വരുമ്പോൾ അതിൻ്റെ 3 പച്ചമുളക് അരിഞ്ഞത് കീറിയിട്ടു. 3 പച്ചമുളക് കീറിയിട്ടു. പിന്നെ 2 തക്കാളി, വലിയ തക്കാളിയായിരുന്നു കേട്ടോ. അപ്പോൾ 2 തക്കാളി അതിലിട്ടു. അതൊന്ന് വഴണ്ടി വരുമ്പോൾ മസാലപ്പൊടികൾ ചേർത്തു. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ മീറ്റ് മസാല അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് പൊടികളുടെ ഒക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ അത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മൾ കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന ബീഫ് അതിലോട്ട് ഇട്ടിട്ട് അതും കൂടി മസാലയും കൂടി ആയിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് വേണ്ട ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച്, മസാല രൂപത്തിലല്ലേ വയ്ക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളം കൂടി ഒഴിച്ചിട്ട് കുക്കറിൽ ഒരു 6-7 വിസിലടുപ്പിച്ചു. അപ്പോൾ നന്നായി വെന്തിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ടുള്ള ബീഫ് കറി നെയ്ച്ചോറും കൂടിയും കൂട്ടിയിട്ട് വൈകിട്ട് ഞങ്ങൾ അടിപൊളി ഫുഡ് കഴിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.